സ്വാഗതം. കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിലെ റോജേട്ടയാണ്. നമ്മൾ വയനാട്ടിലേക്ക് ലോഡും കൊണ്ട് പോകട്ടോ. സമയം 10 മണിയായി. ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതേ സൈറ്റിലേക്ക് തന്നെ പിന്നെ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പറയുന്നത് നമുക്ക് രാവിലെ ഒരു സംഭവം ലോഡിൻ്റെ നല്ലൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ചോരമെല്ലാം കയറി വരുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ നമ്മളെവിടെ തേടേ നമ്മളിപ്പം സൈറ്റിലേക്ക് എത്താനായിട്ടോ. കൂടി ഉള്ളു ഇവിടുന്ന് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇന്ന് ലോഡ് വണ്ടി ഓടിക്കുന്ന ചേട്ടായി ലോഡ് ഇറക്കാൻ പോകുന്ന ചേട്ടായി തന്നെയാണോ. വേറെ ആളില്ല ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട്. ചേട്ടായിൻ്റെ ഒത്തിന്ന് മടങ്ങും. ചേട്ടായി ഒറ്റയ്ക്ക് വഴി വെട്ടി അന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചേട്ടായി മുന്നേ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോഡിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യും. അന്നേരം ബാക്കി കാര്യങ്ങളും കൂടെ എനിക്ക് കാണിച്ചു തരാം. ചോരമെല്ലാം കാണിച്ചു തരാം. ഇവരുടെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ചേട്ടായി കൂടുതലും വൈകുന്നേരങ്ങളിലാണ് പോകുന്നത്. ഇടയ്ക്ക് രാവിലെകൾ പോകാറുണ്ട്. ഇപ്പോഴത്തെ വെയിലിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ചേട്ടായി? പക്ഷെ രാവിലെ പോകുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ മെയിൻ ഉപജീവനമാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി പിടിക്കുക, ലോഡിറക്കുക, ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാർ തന്നെയല്ലേ ചേട്ടേ? അല്ലേ, എൻ്റെ അപ്പനൊക്കെ ഇതായിരുന്നു പണി കേട്ടോ. എല്ലാവരും തന്നെയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പണം. അപ്പോൾ പിന്നെ മാത്രമല്ല നമ്മുടെ നാട്ടിലെ കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കല്ലാണ്. ഉരുത്തൂരല്ലേ ചേട്ടേ? അപ്പോൾ അവിടുന്ന് കല്ലെടുത്തിട്ടാണ് വയനാട്ടിലേക്ക് ആൾക്കാർ വീട് പണിയുന്നതും കാര്യങ്ങളും ഒക്കെ. അപ്പം അത്രയും ഫേമസ് ആണ് കേട്ടോ. ഫേമസ് എന്ന് പറഞ്ഞാൽ ഈ കല്ല് അത്രയ്ക്ക് ഫേമസ് ആണ്. നല്ല അടിപൊളി കല്ലാണ്. എല്ലാം കാണിച്ചു തരാം. ഒരു ദിവസം രാവിലെ നമ്മൾ പോകും. അതിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും കുറച്ച് ഈ ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് വഴി പറ്റിയാണ് നിങ്ങളെ ഇവിടെ കാണിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ എടുക്കുന്നതാണ് വീഡിയോ. ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെ ഇറക്കാൻ പോകുന്നത്. സംഭവം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ആഗ്രഹം മാത്രമേ ഉള്ളൂ, നടക്കൂല. എന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്നതല്ല. ആ കല്ല് എത്ര ഉണ്ടാവും ചേട്ടാ? ഒരു 55-60 കിലോ. 45 കിലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ കേട്ടോ. ഇനി അതൊക്കെ സുഖമായിട്ട് ഇറക്കും. ഇപ്പോൾ ഇറക്കുന്നതും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടായി. വണ്ടിയിലാണ് ഉള്ളത്. പുറകിൽ കല്ലുണ്ട് കേട്ടോ. കല്ലുണ്ട് പുറകിൽ മൂടിയിട്ടേക്കാണ്. അപ്പോൾ അവിടെ ഇറക്കുന്നതും കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ അവിടെ നിർത്തും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ. പിന്നെ ചേട്ടാ ഇപ്പം 10-12 കൊല്ലത്തിന് പോലുള്ള അല്ലേടെ വർഷമായി ഫീൽഡിൽ തന്നെയാണ്. വണ്ടി ഓടിക്കുക, ഇടയ്ക്ക് ലോഡിങ്ങിന് ആളില്ലെങ്കിൽ അത് ഇറക്കുക. ഇതിൻ്റെ ഫീൽഡിൽ തന്നെയാണ്. ഇത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് വെറുതെ ഡ്രൈവിങ് മാത്രമൊന്നുമല്ല, ഇത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി തന്നെയാണ്. പിന്നെ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും ഇത് തന്നെ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ജീവിക്കുന്നത്. ചുരടയ്ക്ക് പണി മെഷീൻ വന്നതിന് ശേഷം പണിയൊക്കെ വെള്ളമായിപ്പോയി. കപ്പയിൽ ലൈനായിരുന്നു പണി. അതിന് ശേഷം നമ്മുടെ നാട്ടിലെ പലരും പണി വിട്ടു. കാരണം മെഷീൻ വന്നതിന് ശേഷം ഇല്ലാതെ പണി പോയി. പിന്നെ ലോഡിങ് വയനാട്ടിലേക്ക് ഇന്ന സ്ഥലങ്ങളിലേക്ക് ഇറക്കുന്നതിന് ഇവിടെ തന്നെ ലോഡിങ് ആയിരിക്കും കേട്ടേ. ഓരോ സ്ഥലങ്ങളിൽ ഇറക്കുന്നതിന് ലോഡിങ് ആയിരുന്നു. ഇവിടെ അതിനുവേണ്ടി യൂണിയൻ അടക്കം തന്നെ ഉണ്ട്. ഇങ്ങനെ എല്ലാ രീതിക്കും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ 12 വർഷമല്ലേ, 12 വർഷത്തോളം ചേട്ടാ ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നു. വേറെ ഒന്നും ജോലി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് കുഴപ്പമില്ലാതെ ജീവിക്കാം. അങ്ങനെ വലിയ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. വയനാട് ഏറ്റവും കൂടുതൽ കണ്ടത് ചേട്ടനോട് പോയതിനായിട്ട് ഉണ്ടാവും. ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് വയനാട്ടിൽ. മമ്മീൻ്റെ വീട് ഇവിടെ ആണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചേട്ടനോട് തന്നെയാണ് പോയിട്ടുള്ളത്. സംഭവം നല്ല രസമുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷേ അതിന് വേണ്ടി തന്നെ നമ്മൾ ഇരിക്കണം. അങ്ങോട്ട് പോകാൻ നല്ല സുഖം കേട്ടോ. പിന്നെ അങ്ങോട്ട് ലോഡുള്ള വണ്ടിക്കകത്തിരുന്ന് അങ്ങോട്ട് പോകാൻ നല്ല രസം കേട്ടോ. തിരിച്ച് വരുന്നത് ഭയങ്കര പാടാണ്. കാരണം ചാടി തുള്ളി ആയിട്ട് വരും ഇങ്ങോട്ടേക്ക്. അപ്പോൾ അതിൻ്റെതായ പിന്നെ നടുവേദനയും കാര്യങ്ങളും. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ എത്തും കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂ സൈറ്റിലേക്ക്. അപ്പം ബാക്കി അവിടെ ചെന്നിട്ട് കാണിക്കാം നിങ്ങളെ. ചേട്ടായിൻ്റെ
വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാം. ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളു കേട്ടോ, എത്താനായി. പിന്നെ ഇവിടുന്ന് വയനാട് ആയതുകൊണ്ട് നമുക്ക് മുന്നെയൊക്കെ മാറി നിൽക്കായിരുന്നു. ഇപ്പം മാറിക്കഴിഞ്ഞാൽ പുലി പിടിച്ചുകൊണ്ട് പോകുന്നത് പേടിയാണ്. ഇവിടെയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങില്ലേ ഡേ? നമ്മളൊരു സൈറ്റിൽ ഇറങ്ങിയിട്ട് ഓർമ്മയുണ്ട്, ആ പുലി ഇറങ്ങി ഒരു വയലിൻ്റെ അവിടെയൊക്കെ, അവിടെ എപ്പോഴും പുലി ഇറങ്ങുന്ന സ്ഥലമാണ് പറഞ്ഞത് കേട്ടോ. ഏതായാലും വയനാട് അപ്പോൾ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയാണ്. എന്ത് ചെയ്യാം, ലോക്ക് ഇട്ടിട്ട് ഞാൻ കിടന്ന് മസിൽ പിടിച്ചിട്ട് കാര്യമുണ്ട്. ഇറങ്ങട്ടെ എൻ്റെ അമ്മ. അയ്യോ. അപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇതാണ്, HR അവതാർ. ഈ വണ്ടിക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സൈറ്റ്. ഇത് ഇന്നലെ ചേട്ടായി ഞാനും വേറൊരു ചേട്ടനും കൂടെ വന്ന് ഇറക്കിയതാട്ടോ ഈ കല്ല്. അപ്പോൾ നമ്മുടെ കല്ല് ഇതാണ്. അപ്പോൾ ഇത് ഇന്നലെ ഇറക്കി വെച്ചതാണ്. അപ്പോൾ ചേട്ടായി എന്നെ എല്ലാം സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇറക്കുന്ന വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ചേട്ടായി ഇറക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറിയതാ നിൽക്കുകയാണ്. ഈ വണ്ടി തിരിക്കണം. സംഭവം നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇറക്കണമെന്ന്. പക്ഷേ എൻ്റെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ചേട്ടായി പാവം, ചേട്ടായി ഇത് മടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ചെങ്കൽ. ഇതറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഇതാണ് ചെങ്കൽ. ഇത് വെച്ചാണ് വീട് ഇവിടെ കെട്ടുന്നത് കേട്ടോ. ഇതേടേ എന്താ ഇവിടെ കല്ല്, ഒരു സെറ്റ് കല്ലിറക്കി വെക്കാൻ സ്ഥലമില്ല കേട്ടോ. അപ്പോൾ വണ്ടി തിരിച്ചു വെക്കാൻ പോവാണ്. ഇത് വണ്ടി ഓടിക്കുക അതുപോലെ കല്ലിറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. പക്ഷേ പറയാം, ഒരുപാട് ഏച്ചറുണ്ട് കേട്ടോ, ഒരുപാട് കല്ലിൻ്റെ പണിക്കാരും ഡ്രൈവേഴ്സും. ഇപ്പോൾ എനിക്കറിയുന്നതിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം റോബിൻ ചേട്ടയായാലും ഉണ്ണിച്ചേട്ടയായാലും അങ്ങനെ ഷിബിച്ചേട്ടനായാലും ബിൽസേട്ടനായാലും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, സാബിച്ചനായാലും. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ജോബിച്ചേട്ടായി അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഡ്രൈവർമാർ. ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വണ്ടി കൊണ്ട് വെച്ചു, ഇനിയിപ്പോൾ ഇവിടെ കല്ലിറക്കി വെക്കണം. അപ്പോൾ ചേട്ടൻ പകുതി ഇറക്കി കഴിഞ്ഞേട്ടാ. പകുതിയല്ല, മുക്കാഭാഗമല്ലേ ചേട്ടേ? മുക്കാഭാഗത്തോളം ചേട്ടൻ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഇത്രയും കൂടി ഉള്ളൂ. ഈ ഒരു കീ ഫുൾ പവർ. അപ്പോൾ ഇത്രയും കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് വിടും, കഴിക്കണം. അത് കഴിഞ്ഞ് ഇവർ ഇറങ്ങി താഴേക്ക് പോകും. മടുത്ത ചേട്ടേ? ഇങ്ങനെ മടുക്കില്ല, തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞത്. ചേട്ടൻ മുന്നേ ഇറക്കിയിട്ടുണ്ട് കേട്ടോ, ആദ്യത്തെ സമയമൊന്നുമല്ല, മുന്നേ ഇറക്കിയിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ. അപ്പോൾ ഏകദേശം കൂടി ഉള്ളൂ. അപ്പുറ സൈഡ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറ സൈഡ് കാലിയാണ്, ഇനി ഈ സൈഡും കൂടി ഉള്ളൂ. ഇതിനകത്ത് എത്ര കല്ല് വരുന്നുണ്ട് ചേട്ടേ? 350 കല്ല് കേട്ടോ ഈ ഏച്ചറിനകത്ത് നിന്ന്. 350 കല്ല്. അപ്പോൾ കല്ലെല്ലാം ഇറക്കി കഴിഞ്ഞാട്ടോ, നല്ല സെറ്റപ്പാക്കി അടുക്കി കുട്ടപ്പനാക്കിയിട്ടുണ്ട് ചേട്ടേ വണ്ടി തിരിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടായിക്ക് ഇതൊക്കെ ഇത്രേ ഉള്ളൂ. സംഭവം ചേട്ടൻ മുന്നേ ഇറക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചേട്ടൻ മുന്നേ ഇറക്കിയിട്ടുണ്ട്. ചേട്ടായി കുളിച്ച് കുട്ടപ്പനായിട്ട് വണ്ടിക്കകത്തിരിപ്പുണ്ട്. വേറെ ആരുമില്ല, ചേട്ടായി തന്നെയാണ് ഒറ്റയ്ക്ക് ഇറക്കിയത്. ഒരു കല്ല് പോലും ഞാൻ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ കല്ലൊക്കെ ഇച്ചിരി പൊക്കും എന്ന് വെച്ച് നമുക്കൊരു 10 കല്ല് പോലും എടുത്തിടുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ താഴെ വീഴും. ഒരു കല്ല് കാണുമ്പോൾ നമുക്ക് കുറച്ച് കാലമൊക്കെ പൊക്കി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ചേട്ടനെ കാണിച്ചു തരാം. ചേട്ടൻ നല്ല കുളിച്ച് സുന്ദരനായി വണ്ടിക്കകത്ത് കയറി ഇരിപ്പുണ്ട് കേട്ടാ. കേട്ടാ, ഇപ്പോഴാണ് ചേട്ടൻ വെള്ളം കുടിക്കുന്നത് കേട്ടോ. ഇപ്പോഴാണ് വെള്ളം കുടിക്കുന്നത് ചേട്ടൻ. ഇതുവരെ ചേട്ടൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല. കഴിഞ്ഞ എല്ലാം തീർത്തിട്ടുണ്ട് ചേട്ടായി. അപ്പം അങ്ങനെ പോലെ അപ്പോൾ പോവാണ് കേട്ടോ. നമുക്കിനി കഴിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്.